അതായത് മതവിശ്വാസികൾ സംബന്ധിച്ച് അവരുടെ വേദനകൾ പങ്കിടുന്ന, അവരുടെ പട്ടിണി എന്താണ് എന്ന് അറിയിക്കുന്ന ഒരു മാസക്കാലമാണ് കഴിഞ്ഞത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്ന ഒരു മാസം, ഏറ്റവും ചെലവ് കുറഞ്ഞ മാസം എന്നതാണ് കണക്കാക്കേണ്ടത് എന്ന് കൂടി ഇസ്ലാം മതവിശ്വാസ സംബന്ധിച്ച് ഖുറാനിൽ പറയുന്നു. ആ തരത്തിൽ അവരുടെ ഏറ്റവും കൃത്യമായി ചുറ്റിലുള്ള ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മാസം എന്ന് കണക്കാക്കി വിശ്വാസികൾ കണക്കാക്കുന്ന ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. ചെറിയ പെരുന്നാൾ ആഘോഷം നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് കേരളത്തിലെയും മലയാളികൾ. കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഈദുൽ ഫിത്തർ ആഘോഷത്തിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ കേരളത്തിലും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികളായ ഇസ്ലാം മതവിശ്വാസികൾ. അനിൽക്ക ചേരുന്നു കോഴിക്കോട് നിന്ന്. അനിൽക്ക, കോഴിക്കോട്ടെ ആഘോഷം എല്ലാ കാലത്തും കോഴിക്കോട് അത് പെരുന്നാൾ ആഘോഷം അത് പ്രത്യേകത നിറഞ്ഞത് തന്നെയാണ്. കാരണം കോഴിക്കോട് ബീച്ചിലൊക്കെ അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നോമ്പുറയുടെ കഴിഞ്ഞ സമയത്തൊക്കെ വലിയ തിരക്ക് കാണാനുണ്ട്. ഇനിയുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് കോഴിക്കോട്. അതേ രുചി തീർച്ചയായിട്ടും. അതായത് റമദാൻ 29, റമദാൻ 30 പൂർത്തിയാക്കാതെ ഷവാൽ മാസപ്പിറവ് എന്ന് കണ്ടിരിക്കുകയാണ്. അതായത് നാളെ ഷവാൽ 1 ചെറിയ പെരുന്നാൾ ഈ കേരളത്തിൽ ചെറിയ പെരുന്നാളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ കാസിമാരാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അതായത് താനൂർ, പൊന്നാനി, കാപ്പാട് എന്നീ സ്ഥലങ്ങളിൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കാസിമാർ, വിവിധ കാസിമാർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി കോർണിഷ് പള്ളിയിലാണ്. ഈ കടലുണ്ടി കോർണിഷ് പള്ളിയിൽ ഇത്തരത്തിലൊരു ചെറിയ പെരുന്നാൾ പ്രഖ്യാപനം നടത്തിയത് ഇബ്രാഹിം ബുഖാരി തങ്ങളാണ്. ബുഖാരി തങ്ങൾ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം ഒരു നാളത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈ വിശ്വാസികൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്ന ഘട്ടങ്ങളിൽ സൂക്ഷിക്കേണ്ട, അതായത് വാഹനങ്ങളിലൊക്കെ തന്നെ പോവുകയാണെങ്കിൽ അതിൽ അപകടം ഉണ്ടാകാതെ ഇരിക്കാനുള്ള എല്ലാ ജാഗ്രതയും അദ്ദേഹം ഈ ചെറിയ പെരുന്നാൾ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തി. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലുടനീളം ഈ ഇരുവിഭാഗം സംസ്ഥകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ, അതായത് ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതായത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞയും അതോടൊപ്പം തന്നെ ഈദ്ഗാഹ് സദസ്സുകളിൽ ഈ കുത്തുബയ്ക്ക് ശേഷം ഈ ലഹരി വിരുദ്ധ സന്ദേശം നൽകണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇരുവിഭാഗ സംസ്ഥകൾക്കിടയിലും ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. ധാരണയല്ല, ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലുടനീളം, അതായത് സംസ്ഥയ്ക്കിടയിലും അതോടൊപ്പം തന്നെ മുജാഹിദ് സംഘടനകൾക്കിടയിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ലഹരിക്കെതിരെ വലിയ രീതിയിൽ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് ഏകദേശം 59 മിനിറ്റോളം ഈ ചന്ദ്രപ്പിറവി കാണാനുള്ള സാധ്യതയും ഈ വിവിധ കാസിമാർ, അതായത് കോഴിക്കോട് വലിയ ജിമ്മുലി തങ്ങളും അതോടൊപ്പം തന്നെ ഇബ്രാഹിം ബുഖാരി തങ്ങളും സയ്യിദ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിഞ്ഞ കാലാവസ്ഥ കൂടിയായിരുന്നു. അത്തരത്തിൽ തന്നെ ഇന്ന് ഈ റമദാൻ 30 പൂർത്തിയാക്കാതെ ഈ ഷവാൽ 1 എല്ലാ സാധ്യതയും നേരത്തെ ഇബ്രാഹിം ബുഖാരി തങ്ങൾ ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ ഷവാൽ 1 എല്ലാ സാധ്യതയും ബുഖാരി തങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കടലുണ്ടി കോർണിഷ് പള്ളിയിൽ ഇത്തരത്തിൽ ഷവാൽ 1 ചെറിയ പെരുന്നാളായി പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കടലുണ്ടി കോർണിഷ് പള്ളിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നാളെ നടക്കുന്ന ഈ ചെറിയ പെരുന്നാളിൻ്റെ ഈദ്ഗാഹിൽ ഒക്കെ തന്നെ ലഹരി വിരുദ്ധ സദസ്സുകൾ, അതായത് വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ ആണ് ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഇബ്രാഹിം ബുഖാരി തങ്ങളൊക്കെ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും വിശ്വാസികൾക്കിടയിൽ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി അതോടൊപ്പം തന്നെ ഈ വിശ്വാസികൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഫിത്തർ സക്കാത്തിനെ കുറിച്ചൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു സന്ദേശം ഇബ്രാഹിം ബുഖാരി തങ്ങളെ ഉൾപ്പെടെ നൽകുന്നത്. അതായത് സ്വന്തം വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതായത് നമ്മൾ നമ്മുടെ അയൽക്കാരനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ആരും അത്തരത്തിൽ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ സക്കാത്ത് അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഏറ്റവും ലളിതം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഫിത്തർ സക്കാത്ത് എന്താ നിർബന്ധിതമായിട്ടും ഒരു ഇസ്ലാമിക വിശ്വാസി നൽകേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരാളും അതായത് ഈ ധാന്യമാണ് നൽകേണ്ടത്. അത്തരത്തിൽ ഒരാൾ പോലും പട്ടിണി എടുക്കരുത് എന്നൊരു വലിയൊരു സന്ദേശം ഇബ്രാഹിം ബുഖാരി തങ്ങളടക്കം അല്ലെങ്കിൽ ഈ വിവിധ മുസ്ലിം പണ്ഡിത നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് നിന്നും സാദിഖ് അലി ഷിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് വലിയ ജിമ്മുലി തങ്ങളും വലിയ ജിമ്മുലി തങ്ങളും അതോടൊപ്പം തന്നെ ഇബ്രാഹിം
ബുക്കാരി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിം ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇത്തരത്തിൽ ജിഫർ മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കടലുള്ളി, കോഴിക്കോട് ജില്ലയിലെ തീരദേശ പ്രദേശമായിട്ടുള്ള കടലുള്ളി കോർണിഷ് പള്ളിയിലാണ്. ഈ കോർണിഷ് പള്ളിയിലാണ് ഈ ഇസ്ലാം മത വിശ്വാസികൾ തക്ബീറുകൾ ചൊല്ലി ഈ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. ഇന്ന് രാത്രി തറാവി നമസ്കാരം ഉണ്ടാകില്ല. പക്ഷേ ഇതിന് പകരമായി പള്ളികളിൽ നിന്ന് ഈ തക്ബീർ ധ്വനികൾ മുഴങ്ങും. കൂടാതെ ഈ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം, അതായത് നാളെ രാവിലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, അതായത് ഈ ചെറിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വിശ്വാസികൾ കാൽനടയായിട്ട് ഈ പള്ളികളിലേക്ക് പോകും. അത് ഒരു ഏറ്റവും പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പള്ളികളിൽ പോയിട്ട് നേരത്തെ പോയിട്ട് ഇത്തരത്തിൽ തക്ബീർ ധ്വനികൾ ചൊല്ലുകയും, കൂടാതെ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഈ പെരുന്നാൾ കുത്തുബയുണ്ടാകും. പെരുന്നാൾ കുത്തുബയിൽ ഈ വിശ്വാസികൾക്കിടയിലേക്ക് മതപ്രഭാഷകർ ഇത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തു. കൂടാതെ അതിനുശേഷം ഈ ഇസ്ലാം വിശ്വാസികൾ ഒക്കെ തന്നെ ചെയ്യുന്നത് കുടുംബാംഗങ്ങളുടെ വീടുകൾ സന്ദർശിക്കും. അതോടൊപ്പം തന്നെ വയ്യാതെ കിടക്കുന്ന രോഗികളുടെ വീടുകളൊക്കെ തന്നെ സന്ദർശിക്കുകയും ചെയ്യും. ഇത് ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ പെരുന്നാൾ ഇസ്ലാം വിശ്വാസികൾ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ പെരുന്നാളിലൊക്കെ തന്നെ അതായത് ഇത്തരത്തിൽ രോഗികളുടെ വീടുകൾ, അതായത് അവിടെ പോയി സന്ദർശിക്കണമെന്ന കാര്യം വളരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വിശ്വാസികൾ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിട്ട് ഈ ചെറിയ പെരുന്നാൾ മാറുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു മാസക്കാലം ഈ ഇസ്ലാം വിശ്വാസികൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അവസാനത്തെ പത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രാർത്ഥനകളിലേക്ക് ഇസ്ലാം വിശ്വാസികൾ കടന്നിരുന്നു. ലൈലത്തുൽ ഖദർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ്. അത്തരത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു മാസം കൂടിയാണ് ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നാളെ ശവ്വാൽ 1 ഇന്ന് വിവിധ കാസിമർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിപണികളടക്കം വലിയ രീതിയിലൊക്കെ തന്നെ സജീവമായിരുന്നു. കോഴിക്കോടായി കഴിഞ്ഞാലും ഈ എറണാകുളം, കേരളത്തിലുടനീളം വലിയ വിപണികൾ സജീവമായിരുന്നു. വിശ്വാസികൾ അതിൻ്റെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നീങ്ങുന്നത്. രുചീഷ്. ശരിയാ, എന്തായാലും അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ ആ വാക്കുകൾ തന്നെയാണ് മത സാമുദായിക നേതാക്കളൊക്കെ ഈ നിമിഷം ഓർത്തെടുക്കുന്നത്. നാളത്തെ ആഘോഷം അത് അയൽക്കാരൻ്റേത് കൂടിയാണ് എന്ന് മറക്കരുത് എന്ന് പറയുന്നു. അതോടൊപ്പം ആഘോഷത്തിനിടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ വേണം. അതോടൊപ്പം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഈ നിമിഷം ഉപയോഗിക്കണം എന്ന് കൂടി വിശ്വാസികൾക്ക് സന്ദേശം നൽകുകയാണ് സാമുദായിക നേതാക്കൾ. പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയംഗമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സുദിനമായിട്ട് നമുക്ക് നമ്മുടെ പെരുന്നാൾ ദിനത്തെ കാണുവാൻ സാധിക്കും. ഒരു മാസക്കാലത്തെ കഠിന വ്രതത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു വന്നുകൊണ്ടാണ് ശവ്വാൽ 1 പെരുന്നാളിൻ്റെ ആ ഒരു പുലരിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇഫ്താർ ചടങ്ങുകളിൽ എല്ലാവരും ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും കൂടിച്ചേർന്നിരുന്നു കൊണ്ട് പങ്കുവച്ചിട്ടുള്ള സ്നേഹ സാഹോദര്യങ്ങൾ, അതിൻ്റെ ഒരു ആവർത്തനം കൂടിയായിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ ആഘോഷത്തെയും പെരുന്നാൾ വിരുന്നുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും നന്തങ്കോട് പള്ളിയുടെ മുകളിൽ തന്നെ നമ്മൾ പിറ ദർശിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. നന്തങ്കോട് മാസപ്പിറ ദൃശ്യമായതിനാൽ നാളെ നമുക്ക് ശവ്വാൽ 1 ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് അറിയിക്കുകയാണ്. നാളെ ശവ്വാൽ 1 ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ത്യാഗോജ്ജലമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വരുന്ന ഈ ദിനം തീർച്ചയായും വിശ്വാസിയുടെ വ്രതം അനുഷ്ഠിച്ച എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയൊരു സംതൃപ്തിയുണ്ട്. ദൈവത്തിലർപ്പിച്ച ഒരു മാസം അത് പൂർത്തീകരിച്ചിരിക്കുന്നു. നാളെ പെരുന്നാൾ, അത് സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ദിനം തന്നെയായിരിക്കും. എല്ലാവർക്കും പെരുന്നാൾ ആശംസിക്കുന്നു. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് കൂടി ചേരുകയാണ്. ശാന്തകുമാർ, ഇനി ആഘോഷത്തിലേക്ക് പോവുകയാണ് മലയാളികളായ ഇസ്ലാം മതവിശ്വാസികളെല്ലാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇതൊക്കെ മതേതരത്വത്തിന്റെ ഒരു ഭാഗമായി ആ സാഹോദര്യത്തിൽ കൂടി ഈ ആഘോഷം മാറുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും കാണുന്നത്.
തീർച്ചയായും അത് തന്നെയാണ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. മതപണ്ഡിതരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായാലും മുസ്ലിം ലീഗിൻ്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയായാലും എല്ലാവരും അതൊരു മതസാഹോദര്യത്തിൻ്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹം നേരിടുന്ന വിപത്തുകൾക്ക് ഒറ്റക്കെട്ടായി അവയെല്ലാം നേരിടേണ്ടത് എങ്ങനെയെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയും അത് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഉള്ളവനും ഇല്ലാത്തവനും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ, വിശപ്പ് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ എല്ലാവരും ഒരുപോലെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാലമാണ് ഈ വ്രതാനുഷ്ഠാനം റംസാനിലേത്. അതുതന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനവും പൂർത്തിയാക്കി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അത് ഏറെ പ്രാധാന്യമുള്ള ആഘോഷം തന്നെയാണ് ഈ ചെറിയ പെരുന്നാൾ. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം തന്നെയാണ്. ഈ വ്രതാനുഷ്ഠാനം എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന, ഒരുപോലെ കാണാൻ പ്രേരിപ്പിക്കുന്ന അതുകൂടിയാണ്. അത് തന്നെയാണ് പ്രവാചകൻ പറയുന്നത്. അത് തന്നെയാണ് ഓരോ ഇസ്ലാം മതവിശ്വാസികളും അത് അനുവർത്തിച്ചു പോരുന്നത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് കൂടിയാണ് ഈ ചെറിയ പെരുന്നാളും വ്രതാനുഷ്ഠാനവും എല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യമായ തിന്മകളെ നേരിടേണ്ടത് എങ്ങനെ, നേരിടുന്ന കാലികമായി ഉണ്ടാകുന്ന ഓരോ സാമൂഹ്യ വിപത്തുകളെ എങ്ങനെയെല്ലാം നേരിടണമെന്ന് എല്ലാം ഈ വ്രതാനുഷ്ഠാന കാലത്ത് അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും എല്ലാം ഓർമ്മിപ്പിക്കാനും ഈ വ്രതാനുഷ്ഠാനം ഏറെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും. അതുതന്നെയായിരിക്കും നാളത്തെ ഈദ്ഗാഹിലും എല്ലാ മതപണ്ഡിതരും ഉദ്ബോധിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാൻ പോകുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നേരിടുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തുകൾ അവ എങ്ങനെ സമൂഹത്തിൽ നിന്നും നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ നേരിടണമെന്ന് എല്ലാം ഈ മതപണ്ഡിതരും നേതാക്കളും എല്ലാവരും ഒരുപോലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ബോധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ വ്രതാനുഷ്ഠാന കാലത്തും, റംസാൻ വ്രതാനുഷ്ഠാന കാലത്തും അവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ പുരോഗതിക്കും ഉതകുന്ന വിധത്തിൽ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഈ റംസാൻ മാസക്കാലത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി ശാന്തകുമാർ, ഇപ്പോൾ കൊച്ചി അമ്മായിമുക്കിൽ നിന്ന് ആസിഫ് മുഹമ്മദ് കൂടി ചേരുകയാണ്. ആസിഫ്, ഈദ്ഗാഹിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിലും പൂർത്തിയായോ? രജീഷ്, ഈദ്ഗാഹിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ പൂർത്തിയാണ്. പക്ഷേ ഇന്ന് ഇവിടെ കൊച്ചിയിലടക്കം വലിയ ആഘോഷമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ അമ്മായിമുക്ക് എന്ന് പറയുന്ന ഈ കൊച്ചിയിലെ തെരുവ്, ഈ തെരുവ് കുറച്ച് കഴിയുമ്പോൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവി. ഇപ്പോൾ തന്നെ ആളുകൾ വലിയ രീതിയിൽ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പിറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഈ കാണുന്ന കടകളെല്ലാം താൽക്കാലികമായി സജ്ജീകരിച്ച ഒരു കടയാണ്. ഇത് പതിറ്റാണ്ടുകളായി ഇവിടെ ഈ തുടരുന്ന ഒരു രീതിയാണ് ഇത്. നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഹബീബുള്ള കൂടി ചേരുകയാണ്. നമുക്കറിയാം, ഈ കൊച്ചിയെ സംബന്ധിച്ചോളം ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളായിക്കോട്ടെ എല്ലാ ആഘോഷവും വലിയ രീതിയിൽ ആഘോഷിക്കുന്നതാണ്. പെരുന്നാളിനൊരു വലിയ കാഴ്ചാഭംഗി തന്നെയുണ്ട് കൊച്ചിക്ക് എന്ന് പറയാൻ കഴിയുമല്ലേ. ഈ തെരുവ് പ്രത്യേകമായി സജ്ജമാക്കുന്ന തെരുവാണ്. 100 കണക്കിന് ആളുകൾ വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിറയുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലേ? 100 കണക്കിനല്ല, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഏകദേശം 50,000-ഓളം ആളുകൾ നാളെ നേരം പുലരുന്നതിന് മുമ്പായി ഈ പ്രദേശത്ത് വന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രദേശത്തുള്ളവർ മാത്രമാണ് ഇവിടെ ഈ ആഘോഷരാവിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജില്ലക്കകത്തുനിന്നും ജില്ലയുടെ പുറത്തുനിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ ഇവിടെ വന്ന് പോകാറുണ്ട്. അപ്പോൾ നേരം വെളുക്കുന്തോറും ഇവിടെ ഈ മുഞ്ചത്തി അമ്മായിമുക്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നു ചേരുകയാണ്. സത്യത്തിൽ ഇതൊരു ആഘോഷരാവാണ്. പെരുന്നാൾ പിറ, മാസപ്പിറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകുന്നൊരവസ്ഥയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്കിൽ നമുക്കിങ്ങനെ നടന്നു പോകാൻ പോലും ഒന്നും പറ്റില്ല. വാഹനങ്ങളൊക്കെ 2 സൈഡും തന്നെ ഇറങ്ങി തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകൾ തിങ്ങിക്കൂടും. അത്രത്തോളം ജനനിബിഡമാവുന്ന ഒരു പ്രദേശമാണ് മുഞ്ചത്തി അമ്മായിമുക്ക് എന്ന് പറയുന്നത്. തീർച്ചയായും കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും കഴിയാത്ത സാഹചര്യം. ഇതാ ഇപ്പം തന്നെ ഇതേ കുടുംബങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, ആഘോഷിക്കാൻ ഇറങ്ങിയതാണോ? എത്ര നോമ്പ് പിടിച്ചു? നോമ്പൊന്നും പിടിച്ചില്ലല്ലേ? എണ്ണാൻ പോണ്ട. മൈലാഞ്ചി ഒന്നും ഇട്ടില്ലല്ലോ. ഇനി എപ്പോഴാ ഇടുക? മൈലാഞ്ചി വാങ്ങാൻ പോകണല്ലേ? എങ്ങനെ മൈലാഞ്ചി ഇടാൻ പോകണല്ലേ? രാത്രി ഇടും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതാ ഇവിടെ കുടുംബങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞാപ്പിയൊക്കെ നിൽക്കുന്നുണ്ട്. അവന്റെ എത്രാമത്തെ? രണ്ടാമത്തെ പിറന്നാളാണ്. എന്തായാലും ഈദ് മുബാറക്. അങ്ങനെ ഇതാ ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ വന്നിരിക്കുകയാണ്. ഈദ് മുബാറക്. എന്ത് വാങ്ങാൻ വന്നതാ?
എങ്ങനെയുണ്ട്? എല്ലാവരും ഇപ്പൊ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതെ 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 തിരക്കാവുന്ന മുമ്പ് വന്ന് പോകാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കാൻ പോലും പറ്റില്ല. അതെ അതെ ഓക്കെ. അത്തരത്തിലാണ് ഇവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളാണ്. ആ വീടുകളിലൊക്കെ ഇപ്പോൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വീടുകളിലെ ആഘോഷത്തിലേക്ക് അടക്കം പോകാൻ കഴിയും. രുചീഷ, ഏതായാലും കൊച്ചി എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കടകളും വീടുകളും ഒക്കെ ആണ്. കടകളിലൊക്കെ നിറഞ്ഞ ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അല്പസമയത്തിനകം തന്നെ വരും കേട്ടോ. മൈലാഞ്ചി വാങ്ങാൻ, വള, നാളെ പെരുന്നാൾ വസ്ത്രത്തിന്റെ കൂടെ ഇടാനുള്ള എന്താ വളയും മാലയൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണോ? ഹലോ, നീ നോമ്പോട്ടും പിടിച്ചില്ലേ? എത്രാമത്തെ പെരുന്നാൾ അതിന്റെ? എത്ര വയസ്സായി? 11. അപ്പൊ ഒരുപാട് പെരുന്നാൾ ആഘോഷിച്ച ആളല്ലേ? എന്താ വാങ്ങാൻ ഇറങ്ങി വൈകുന്നേരം? അത് ശരി, കളിക്കോപ്പൊക്കെ ആഘോഷത്തിലാണ്. നമുക്ക് ഇവിടുത്തെ ഈ സമീപത്തുള്ള വീടുകളിലേക്ക് കൂടി പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ എന്തൊക്കെയാണ് അവസ്ഥ എന്നറിയില്ല. കാരണം പെരുന്നാൾ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞതേ ഉള്ളല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിൻ്റെ ഒരു ആഘോഷത്തിലേക്കും കാര്യങ്ങളിലേക്കും മറ്റും കടന്നിട്ടുണ്ടാകും. നമുക്കിതാ ഇവിടുത്തെ കൊച്ചി അമ്മായിമുക്കിന് സമീപത്ത് തന്നെയുള്ള ചില വീടുകളിലേക്ക് കൂടി കടക്കാം. അപ്പോൾ ഇവിടെ ആഘോഷിക്കാനുള്ള നോമ്പ് തുറന്ന് ആഘോഷത്തിലേക്കുള്ള തയ്യാറെടുക്കുകയാണ്. എല്ലാവരും ഓടല്ലേ ഇവിടെ ഇരുന്ന്? കണ്ടതാ മൈലാഞ്ചിയൊക്കെ ഇടാൻ പോവാണ്. ഇത് നമ്മുടെ ഒരു ബന്ധു വീട് കൂടിയാണ് കേട്ടോ. അതാണ് അത്ര ധൈര്യത്തിൽ ഞാൻ കയറി വന്നത്. അപ്പോൾ ഇരിക്കേ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷമൊക്കെ? എങ്ങനെയാ? വളരെ നന്നായിട്ടുണ്ട്. മൈലാഞ്ചിയൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിലെ ഒരു പെരുന്നാൾ ആഘോഷം വലിയ വെറൈറ്റി പെരുന്നാൾ ആഘോഷമല്ലേ? അതെ, ഇവിടെ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞങ്ങൾ താമസിക്കണ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ ചുള്ളിക്ക് അമ്മായിമുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും ട്രാവലും ബസ്സൊക്കെ നല്ലൊരു അഭിപ്രായമാണ് അമ്മായിമുക്കിനെ കുറിച്ച്. ഇതിനും കൂടുതലുണ്ട് കടകളൊക്കെ. അതാണ്, ഉമ്മയൊക്കെ ആണെങ്കിൽ ഉമ്മ ഇരിക്കും അവിടെ ഇരിക്കുക. ഉമ്മയൊക്കെ എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആഘോഷത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയും. കാരണം എനിക്കൊന്ന് പണ്ട് കാലം മുതലേ അല്ല, ഇവിടെ ഒരു വലിയ ഭംഗിയാണ് കൊച്ചിയിലെ പെരുന്നാൾ. ഏതാഘോഷത്തിനും കൊച്ചിയിലെ ആഘോഷങ്ങൾക്ക് ഭംഗിയാണ്, പ്രത്യേകിച്ച് പെരുന്നാളിന് അല്ലേ? അതെ. ഈ കുറേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ കൊച്ചിയുമായി ബന്ധപ്പെട്ടല്ലേ? പാട്ടിപ്പോൾ പാടണ്ട, ഞാൻ പറയാതെ. അങ്ങനെയല്ലേ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ ഒരുപാട് പാട്ടുകളുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നോമ്പ് വന്നപ്പോൾ ഈ ഭയങ്കരമായിട്ട് വലിയ ആഘോഷമായിരുന്നു. പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഹബീബുല്ലാന്റെ ഇതിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൗൺസിലറെ, അപ്പൊ അയാളുടെ ഇതിൽ നമ്മളെ കണ്ട് സംസാരിച്ചിരുന്നു. അതെ, നല്ലൊരാളാണ് കേട്ടാ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? എന്തായാലും ഇവിടുത്തെ ഒരു ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ വേറൊരിടത്തും കാണാൻ പറ്റില്ല. നമുക്ക് എറണാകുളത്തൊന്നും. കാരണം കഴിഞ്ഞ കുറെ ഇവിടെ ആളുകൾ കാണാനായിട്ടും സെന്റർ കാണാനും പിടിക്കാനും ഒക്കെ വരും. വളയിടാനും അതുപോലെ ഓരോ വെറുതെ നടന്ന് കാണാനും ഒക്കെ ആയിട്ട് വരും. ഓരോരോ രാജ്യങ്ങളിൽ നിന്ന് വരും. ഇഷ്ടം പോലെ ആൾക്കാർ. ഞാനെന്റെ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തുടങ്ങി കാണുന്നതാണ്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 38 വർഷം കഴിഞ്ഞ്. എന്നിട്ട് മൈലാഞ്ചി ഇടുന്ന തിരക്കുകളിലേക്ക് നീ ഓരോ വീടുകളിൽ ഇങ്ങനെയാണ് കേട്ടോ. അത് കൊച്ചിയിലെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ മുസ്ലിം വീടുകളും ഇത്തരത്തിലാണ്. ഇനി പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കുകളിലേക്കാണ്. ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരുങ്ങുകയാണ്. ഒളിച്ചു നിൽക്കുകയാണ് പല ആളുകളും. നീ മൈലാഞ്ചി ഇട്ടില്ലേ? ഞാൻ ഇടാൻ പോകണുള്ളൂ. സമയമാവണുള്ളൂ അല്ലേ? ഇപ്പോഴല്ലേ അറിഞ്ഞ പെരുന്നാളാന്ന്. അപ്പൊ സമയമാവണുള്ളൂ. ഇടണം, ഇട്ടിട്ട് ആഘോഷിക്കണോ? അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ വീടും നാടും എല്ലാം. ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ കുടുംബ വീട് കൂടിയാണ്. അതൊക്കെ പറഞ്ഞു പോകുന്നത്. അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇടിച്ചുകൊണ്ട് കയറിയത്. അപ്പോൾ അതെ 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 അതുകൊണ്ട് തെറ്റിദ്ധരിക്കാണ്ട് ഈ വീട്ടിലൊക്കെ ഉണ്ടൊക്കെ ഇനി ഇടിച്ചു കയറി എങ്ങനെയാണ് ചെല്ലുന്നത്. എന്തായാലും അവരെല്ലാം ആഘോഷത്തിലാണ്. സമീപത്തുള്ള വീടുകളിലൊക്കെ ഇതേപോലെയാണ്. നമുക്ക് ആ തെരുവിലെ കാഴ്ചകൾ ഒന്നും കൂടെ പോകാൻ തോന്നുന്നു. തെരുവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ തെരുവ് മുഴുവൻ വലിയ രീതിയിൽ ആളുകൾ വന്ന് തമ്പടിക്കുന്നതിലേക്ക് കാര്യങ്ങളിലെത്തും. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ വന്നിരിക്കുകയാണ്. ഷോപ്പുകളിലെല്ലാം വലിയ തിരക്കുകളിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു പതിവ് നമ്മൾ ഈ എറണാകുളത്ത് കോഴിക്കോടെ മിഠായി തെരുവും മറ്റു കാര്യങ്ങളും മാത്രമായിരിക്കും നമ്മൾ പതിവിൽ കാണുക. പക്ഷേ ഇവിടെ കൊച്ചിയിലും വലിയ ആഘോഷം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ആഘോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടകളിലൊക്കെ ഇപ്പോൾ ആ തിരക്കാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ കടകളിൽ മുഴുവൻ പെരുന്നാൾ തിരക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉണ്ടോ ഇനി പെരുന്നാൾ ഒരു പക്ഷേ എല്ലാവരും തുണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കാണും. അവസാന വട്ടത്തിലായിരിക്കും അല്ലേ? എങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞുള്ള സമയം തോന്നുന്നു അല്ലേ?
ഇല്ലില്ല തിരക്കില്ല ആവാൻ പോണോളൂ. അമ്മായി മുഖ്യം ഒന്നരക്കായിരിക്കും, പക്ഷെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഒരുവിധം ഇല്ലില്ല വെളുപ്പിന് 5 മണി വരെയൊക്കെ ഉണ്ടാവും കച്ചവടം ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കച്ചവടം രീതി. അതെ 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 പിറ കാണണം എന്നാലേ നമ്മൾ അതിൽ കയറുള്ളൂ. അത്രേ ഉള്ളൂ. ഈ അമ്മായി മുഖ്യം മാത്രമല്ല, ഈ സമീപത്തുള്ള എല്ലാ പ്രദേശത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മായി മുക്കാണ് കൊച്ചിയുടെ ഒരു കേന്ദ്രം. പക്ഷേ ഇത് എറണാകുളത്ത് വലിയ രീതിയിൽ ആളുകൾ വന്ന് തമ്പടിക്കുകയും ഈ പെരുന്നാളാഘോഷം വെളുപ്പിന് വരെ നീണ്ടു നിൽക്കുന്ന പെരുന്നാളാഘോഷമായിരിക്കും ഇവിടെ തുടരുകയും ചെയ്യുക. ശരി ആസിഫ്, എന്തായാലും കൊച്ചി അമ്മായിമുക്കിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ശവ്വാൽ മാസപ്പിറ കണ്ടപ്പോൾ തന്നെ ആളുകൾ ആ മേഖലയിലേക്ക് അമ്മായിമുക്കിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ആസിഫ് മുഹമ്മദ് ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് കൂടി പോയാൽ കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ തെക്കൻ കേരളത്തിലെ ആഘോഷത്തെ സംബന്ധിച്ച ഒരു റിപ്പോർട്ടിലേക്ക്. പെരുന്നാൾ രാവാണ്. പെരുന്നാൾ രാവിന് മൈലാഞ്ചി ചുവപ്പിൻ്റെ മൊഞ്ചാണ്. കൊല്ലം പള്ളിമുക്കിലെ പെരുന്നാൾ ആഘോഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മൈലാഞ്ചി അണിഞ്ഞ് എല്ലാവരും പെരുന്നാളിനെ ആഘോഷിക്കാനായി, പെരുന്നാളിനെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ്. എന്തായാലും ആ മൈലാഞ്ചി അണിഞ്ഞ മൊഞ്ചത്തിമാരുടെ അടുത്തേക്ക് തന്നെ വരാം. ഈ മൈലാഞ്ചി അണിഞ്ഞ എല്ലാ പെരുന്നാളിലും മൈലാഞ്ചി അണിയാറും? ഉണ്ട്. എല്ലാ പെരുന്നാളിലും ഉണ്ട്. അല്ലാതെ പെരുന്നാളിലുണ്ട്, അല്ലാതെ നമ്മൾ വാങ്ങിച്ചിടുകയൊക്കെ ചെയ്യും. അപ്പം പഴയതിനകത്തെയും കാട്ടി ഇപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൈലാഞ്ചിയൊക്കെ ഇടാറ് പതിവായിട്ട്. അരയ്ക്കുന്നതും അതൊക്കെ അങ്ങ് മാറി, മൊത്തം പുതിയ ജനറേഷൻ ആയിരിക്കാം. അല്ല, പഴയ കാലത്ത് അരയ്ക്കുന്ന മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്, ഇട്ടിട്ടുണ്ട്. കുറേ വെട്ടം ഇട്ടിട്ടുണ്ട്. ഉമ്മുച്ചാമ്മ അരച്ചു തരും. ഞങ്ങളത് പിച്ച്, അതിനകത്ത് ഈ കുരു കണക്കത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിച്ച് മാറ്റി ഇലയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചു തരും. ഈ പഴയ കാലത്തെ മൈലാഞ്ചിക്കാണോ ചുവപ്പ് കൂടുതൽ, ഇതോ ഇപ്പം ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങുന്ന മൈലാഞ്ചിക്കാണോ ചുവപ്പ്? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കെമിക്കൽ ചേർത്ത് അത് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ട് അവർ ഇപ്പോഴത്തെ ആ ജനറേഷൻ എന്താ പറയുക, അവർക്ക് ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല അവർക്ക്. അപ്പം പെട്ടെന്ന് ചുമക്കുക, പെട്ടെന്ന് കൈ നല്ല വൃത്തിയായിട്ട് നല്ല ചുമന്ന് ഇരിക്കണം എന്നാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്കെല്ലാം ആഗ്രഹം. പഴയ കാലത്തെ പെരുന്നാൾ ഓർമ്മകൾ എന്തെങ്കിലും ഒരെണ്ണം പങ്കുവയ്ക്കാൻ പറ്റും? പഴയ കാലത്ത് ഞങ്ങളുടെ ഉമ്മിച്ചാമ്മയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എപ്പോഴും മൈലാഞ്ചി ഇടുന്ന ഭയങ്കര, എപ്പോഴും പെരുന്നാളിന് മാത്രമല്ല എപ്പോഴും മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഉമ്മയുടെ കുടുംബത്തിൽ പോകുമ്പം ഉമ്മിച്ചാമ്മ എപ്പോഴും പറയും, മോളെ മൈലാഞ്ചി ഇടും വന്ന് ഇപ്പോൾ ഉണ്ട്, നീ പോയി എടുത്തോണ്ടാ, നമുക്ക് അരച്ചിടാന്ന്. ഞാൻ പോയി അത് പിച്ചിക്കൊണ്ട് വന്ന് കൊടുക്കും, ഉമ്മിച്ചാമ്മ അരച്ച് തരും. ഞങ്ങളുടെ കയ്യിലൊക്കെ ഇടും, ഉമ്മിച്ചാമ്മയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഉമ്മിച്ചാമ്മ ഇല്ല, അപ്പം അതുകൊണ്ട് ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. പെരുന്നാളിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പെരുന്നാളിന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ട്, ഫാമിലി ട്രിപ്പ് പോകണം, അതാണ് പെരുന്നാൾ. എവിടെ പോകുന്നത് ഫാമിലി ട്രിപ്പ്? മൂന്നാർ. ഈ വലിയ ഉപ്പമാരുടെ വീട്ടിലൊന്നും പോണ പരിപാടിയൊന്നും ഇല്ല ഇപ്പം? എല്ലാം പോവുമല്ലോ, എല്ലാ പെരുന്നാളും സാധാരണയായിട്ട് പോകും. ഈ പെരുന്നാളും കുറച്ച് വെറൈറ്റി ആയിട്ട് മൂന്നാറോട്. മൈലാഞ്ചിയൊക്കെ നേരത്തെ കിട്ടും തവണ? കുറച്ച് നേരത്തെ ഇട്ടു. അപ്പോൾ പഴയ കാലത്തെ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമോ? അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വാ. ആദര കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരും വരം ഹൈറാൻ സബീല്, ആലമിൻ അനുഗ്രഹം നൂറേ കമാല്, അലമുൽ ഹുദാനിധി ലിംഗും ജമാല്, ആദര കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരും വരം ഹൈറാൻ സബീല്, ആലമിൻ അനുഗ്രഹം നൂറേ കമാല്, അലമുൽ ഹുദാനിധി ലിംഗും ജമാല്, നബി നബി ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉലകിൻ കലാം കലാം പ്രഭാതേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിരാനം, പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം, ആദര കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരും വരം ഹൈറാൻ സബീല്, ആലമിൻ അനുഗ്രഹം നൂറേ ജമാല്, അലമുൽ ഹുദാനിധി ലിംഗും ജമാല്. പെരുന്നാൾ ആഘോഷ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ ദീപകിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.